ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ഈ അഭ്യാസം ഉണ്ടാകുന്നതെന്ന് കണ്ടു. അഹമിതം മമയിതം, ഞാനല്ലാത്ത കാര്യങ്ങളെ ഞാനായ ആത്മാവിൽ ആരോപിച്ചിട്ട് ഈ നൈസർഗികമായിട്ട് ഈ ലോകവ്യവഹാരം സംഭവിക്കും. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് നിർഗുണവും അവയവരഹിതവും ശരീരമൊന്നുമില്ലാത്തതും ഏകവുമായിരിക്കുന്ന അറിവാണ്. അപ്പോൾ ആ അറിവിൽ ഈ ശരീരാദികളെ, ശരീരം മനസ്സ് ബുദ്ധി ഇവകളെ അധ്യസിച്ചിട്ട് ആത്മാവ് അറിയുന്നു. ശരീരാദി ജഡവസ്തുക്കൾ അറിയാനുള്ള കഴിവില്ല. അപ്പോൾ അറിയാൻ കഴിവില്ലാത്ത ശരീര മനോബുദ്ധികളെ ഞാനെന്ന് അധ്യസിച്ചിട്ട് ലോകവ്യവഹാരം നൈസർഗികമായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണ് വ്യവഹാരം സംഭവിക്കുന്നത്. അപ്പോൾ കോയം അധ്യാസോ നാമേതി ഉച്യതേ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ. അപ്പോൾ എങ്ങനെയാണ് കോയം അധ്യാസോ നാമേതി, എന്താണ് ഈ അധ്യാസം, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അപ്പോൾ പറയാണ് സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ. സ്മൃതിരൂപമായിട്ടിപ്പോൾ മുത്തുച്ചിപ്പി കാണുന്നു. മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ നമ്മൾ ആരോപിക്കുകയാണ്. മുത്തുച്ചിപ്പി വെള്ളിയാണെന്ന് കരുതി മുത്തുച്ചിപ്പിയിൽ നമ്മൾ ആരോപിക്കുകയാണ് വെള്ളിയെ. അപ്പോൾ ആ വെള്ളി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്മൃതിരൂപമായിട്ട് നമ്മുടെ ബുദ്ധിയിൽ നേരത്തെ ഉണ്ട്. ഇത് വെള്ളിയാണ്, വെള്ളി എന്നൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ കയറിൽ പാമ്പിനെ ആരോപിക്കുമ്പോൾ പാമ്പെന്നൊരു വസ്തുവിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ സ്മൃതിയിൽ പാമ്പെന്നൊരു വസ്തു കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്മൃതിരൂപമായിരിക്കുന്ന പാമ്പിനെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വസ്തുവായിരിക്കുന്ന കയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരോപിക്കുന്നു. അങ്ങനെ കയറിൽ പാമ്പ് ഉണ്ട് എന്നുള്ള വസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാത്ത ഒരു വസ്തുവിനെ നമുക്ക് ആരോപിക്കാൻ പറ്റില്ല. വെള്ളിയെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്, അതുകൊണ്ട് വെള്ളിയെ ആരോപിക്കും. പാമ്പിനെക്കുറിച്ച് നമുക്ക് ആരോപമുണ്ട്, അറിയാം, അതുകൊണ്ട് നമ്മൾ പാമ്പിനെ കയറിൽ ആരോപിക്കുന്നു. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാധനത്തെ നമ്മൾ എന്തായാലും നമ്മുടെ ഈ മുമ്പിൽ കിടക്കുന്ന വസ്തുവിൽ അധ്യസിക്കാനായിട്ട് പോകുന്നില്ല. തം കേചിത് അന്യത്ര അന്യധർമാധ്യാസ ഇതി വദന്തി. അപ്പോൾ ഈ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. ആത്മഖ്യാതിവാദം, അന്യതാഖ്യാതിവാദം എന്നൊക്കെ ഉള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ചിലർ പറയുന്നു, അപ്പോൾ അതിനെയൊക്കെ ശങ്കരൻ എടുത്തു പറയാതെ നിഷേധിക്കുക. ചിലർ പറയുന്നു വേറെ ഒരു സ്ഥലത്തിരിക്കുന്ന രജതത്തെ നമ്മൾ ഈ വെള്ളിയിൽ ആരോപിക്കുകയാണ്. അതൊരു വാദഗതിയാണ്. അതായത് നമ്മുടെ ദൂരെ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലൊരു വെള്ളി ഇരിക്കുന്നു, ആ വെള്ളിയെ നമ്മൾ മുമ്പിൽ കാണുന്ന മുത്തുച്ചിപ്പിയിൽ ആരോപിക്കും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പാമ്പിനെ നമ്മൾ ഈ കയറിൻ്റെ പുറത്ത് ആരോപിക്കുന്നു. കേചിത് എത്ര യഥധ്യാസസ്ത അവിവേകാഗ്രഹ നിബന്ധനോ ഭ്രമയിതി അന്യേതു എത്ര യഥധ്യാസസ്തസ്യൈവ വിപരീതധർമ്മത്വ കൽപ്പനാമാചക്ഷതയിതി. അപ്പോൾ ഈ വിപരീതധർമ്മങ്ങളെ, ഇതിൽ നിന്ന് വിപരീതമായിരിക്കുന്ന ധർമ്മങ്ങളോടുകൂടിയ വസ്തുക്കളെ, ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അടിസ്ഥാന വസ്തുവിൽ നമ്മൾ ആരോപിച്ച് അനുഭവിക്കുന്നത് എന്തായാലും എന്താണ്? ഭ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ
ആത്മാനുഭവം വന്നവരെല്ലാവരും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ പ്രപഞ്ചാനുഭവം ഒരു ഭ്രമമാണ്, സത്യമല്ല. ഭ്രാന്തി നിമിത്തം നമ്മൾ അനുഭവിക്കുന്ന ഒരു വ്യവഹാരമാണ്. സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഭ്രാന്തി നിമിത്തം അനുഭവിക്കുന്ന ഒരു ഭ്രമമാണ് ഈ പ്രപഞ്ചാനുഭവം. ഈ പ്രപഞ്ചാനുഭവം എന്നുള്ളത് ഇതിന് ഒരു തരത്തിലുള്ള 1% പോലും അതിലെന്തില്ല, സത്യത്വമില്ല. ഇത് പൂർണ്ണമായിട്ടും ഭ്രാന്തിജനിതവും ഭ്രമവുമാണ്. സർവദാപി അന്യസ്യ അന്യധർമ്മത്വ അവഭാസിതം വ്യഭിചരതി. അപ്പോൾ എന്തായാലും പലതരത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടെങ്കിലും എല്ലാവരും സമ്മതിക്കുന്നത് എന്താണ്? അന്യസ്യ അന്യധർമ്മ അവഭാസത ന വ്യഭിചരതി. അന്യധർമ്മത്തെ, അന്യ വസ്തുവിൻ്റെ അന്യധർമ്മങ്ങളെ, അതിൽ നിന്ന് വിപരീതമായിരിക്കുന്ന വസ്തുവിൽ അന്യധർമ്മത്തോട്, ഇപ്പോൾ ചൂടുള്ള വസ്തുവിനെ ഒരു തണുത്ത വസ്തുവിൽ ആരോപിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ ഈ ചുട്ടുപഴുത്ത ലോഹഗോളം, അപ്പോൾ തണുത്തിരിക്കുന്ന അയണിൻ്റെ ധർമ്മത്തോടു കൂടിയ വസ്തുവിൽ ചൂടുള്ള വസ്തുവിനെ നമ്മൾ ആരോപിക്കുകയാണ്. അപ്പോൾ അതിന് ആ ധർമ്മങ്ങളുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ അതിന് ഇല്ലാത്ത ധർമ്മങ്ങളെ, ഇപ്പോൾ ആത്മാവിനില്ലാത്ത ധർമ്മങ്ങളാണ് എന്താണ്? ജനനം, മരണം ആത്മാവിനില്ല. രോഗം ആത്മാവിലില്ല. ദുഃഖം ആത്മാവിലില്ല. ആത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരിക്കുന്ന വസ്തു. ഞാനായിരിക്കുന്ന വസ്തുവിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഞാനായിരിക്കുന്ന എന്നിൽ സുഖവുമില്ല, ദുഃഖവുമില്ല, ജനനമില്ല, മരണമില്ല, യാതൊരു വിധമായ വ്യത്യാസങ്ങളും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ച് ഇതെല്ലാം എനിക്കുണ്ട്, എനിക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട് എന്നെല്ലാം നമ്മൾ സ്വയം ആരോപിക്കുകയാണ്. തഥാച ലോകാനുഭവ ശുക്തികാഹി രജതവതവഭാസതേ. അപ്പോൾ ലോകാനുഭവം അങ്ങനെയാണ്. ശുക്തികയിൽ രജതത്തെ ആരോപിച്ച് മുത്തുച്ചിപ്പിയിൽ വെള്ളിയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. ഏതുപോലെ ഏകശ്ചന്ദ്ര സദ്വിതീയവതിഥി. ഇപ്പോൾ കണ്ണിന് ദോഷമുള്ളവർ, ചിലപ്പോൾ കാറ്ററാക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം കണ്ണിനുണ്ടെങ്കിൽ ചിലപ്പോൾ ഏക ചന്ദ്ര ദ്വിതീയവതിഥി, 2 ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേത്രരോഗങ്ങളുണ്ടെങ്കിൽ ഒരു കണ്ണിനെ, ഒരു ചന്ദ്രനെ 2 ചന്ദ്രനുള്ളതായിട്ട് നമ്മൾ അനുഭവിച്ച് വിചാരിക്കുന്നു. എത്ര ചന്ദ്രനേ ഉള്ളൂ? യഥാർത്ഥത്തിൽ 1 ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ചന്ദ്രൻ മാത്രം ഉണ്ടായിരിക്കെ 2 ചന്ദ്രനുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് അനുഭവിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടെന്ന് ചിന്തിച്ച് നമ്മൾ അനുഭവിക്കുന്നു. കഥം പുന പ്രത്യേകാത്മന്യവിഷയെ അധ്യാസോ വിഷയസ്ഥധർമാണാം. അപ്പോൾ എല്ലാ വിഷയങ്ങളും മുമ്പിലിരിക്കുന്ന വസ്തുവിലാണ് നമ്മൾ അധ്യസിക്കുന്നത്. അതായത് കയർ മുമ്പിൽ കിടക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയത്തിന് പ്രത്യക്ഷമായിരിക്കുന്ന കയറിലാണ് നമ്മൾ അധ്യാസം സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ ശുക്തികയും മുമ്പിൽ കിടക്കുന്ന ഒരു വസ്തുവിലാണ് നമ്മൾ അധ്യാസിച്ച് ആരോപിക്കുന്നത്. പക്ഷേ ആത്മാവെന്ന് പറയുന്നത് മുമ്പിൽ കിടക്കുന്ന ഒരു വസ്തുവല്ലല്ലോ. പ്രത്യേകാത്മാവെന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ ആത്മാവാണ്. അപ്പോൾ നമ്മുടെ അധ്യാസത്തിന് എക്സാമ്പിളായിട്ട് കാണിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന വസ്തുക്കളിലാണ് മറ്റൊരു വസ്തുവിനെ ആരോപിച്ച് ഇത് അധ്യാസമാണെന്ന് നമ്മൾ സമർത്ഥിച്ചത്. അപ്പോൾ പൂർവപക്ഷി ചോദിക്കുകയാണ്, ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറഞ്ഞ എക്സാമ്പിളും ആത്മാവിൻ്റെ എക്സാമ്പിളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂലല്ലോ. ആത്മാവെന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന സ്വരൂപമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളെല്ലാം ഇന്ദ്രിയ പ്രത്യക്ഷമായിരിക്കുന്ന മുമ്പിൽ കിടക്കുന്ന ഒരു കയറ്, അതിലാണ് അധ്യാസം സംഭവിക്കുന്നത്. ആത്മാവാണെങ്കിൽ അവനവൻ്റെ സ്വരൂപമാണ്.
അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എങ്ങനെ ശരിയാകും? അപ്പോൾ പറയുന്നത് സർവോഹി പുരോ അവസ്ഥിതോ വിഷയേ വിഷയാന്തര മധ്യസ്യതി യുഷ്മത്പ്രത്യയാഭേദസ്യ ച പ്രത്യേകാത്മനോ അവിഷയത്വം ബ്രവീഷി ഉച്യതേന താവത അയമേകാന്തേ വിഷയ. അപ്പോൾ ഈ മുമ്പിലുള്ള വസ്തുക്കളിൽ മാത്രമേ അധ്യാസം സംഭവിക്കൂ എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അവിഷയമായിരിക്കുന്ന ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് അവിഷയമാണെന്ന് പറയണം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലല്ലോ ആത്മാവ്. നമ്മുടെ കണ്ണിൽ കൂടി അല്ലെങ്കിൽ ചെവിയിൽ കൂടി അറിയപ്പെടുന്ന വസ്തുവിനെയാണ് വിഷയം എന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്നത് കണ്ണിൽ കൂടിയോ ചെവിയിൽ കൂടിയോ അറിയപ്പെടുന്ന ഒരു വസ്തുവല്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അവിഷയമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അവിഷയമായിരിക്കുന്ന ഒരു വസ്തുവിൽ എങ്ങനെ അധ്യാസം സംഭവിക്കും? മനസ്സിലാവുന്നുണ്ടോ? ചോദിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് അവിഷയമായിരിക്കുന്ന ഒരു വസ്തുവിൽ എങ്ങനെ അധ്യാസം സംഭവിക്കും? അപ്പോൾ പറയുന്നു, അങ്ങനെ അവിഷയമായിരിക്കുന്ന വസ്തുവിൽ സംഭവിച്ചുകൂടാവുന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ്? എന്നാ താവത് അയം ഏകാന്തേ അവിഷയ അസ്മത് പ്രത്യയ വിഷയത്വാത് അപരോക്ഷത്വാച്ച പ്രത്യേകാത്മപ്രസിദ്ധേ നജായമസ്തി നിയമഃ പുരോ അവസ്ഥിതേവ വിഷയേ വിഷയാന്തരമധ്യസ്ഥിത അവ്യതി അപ്രത്യക്ഷേവി ഹ്യാകാശോ ബാലസ്ഥല മലിനതാധ്യസ്യന്തി. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിരിക്കുന്നൊരു വസ്തുവാണോ? ആകാശത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്? നീലാകാശം, അല്ലെങ്കിൽ ആകാശം ഇങ്ങനെ ഒരു പാരബോള പോലെ ഇരിക്കുന്നു, ആകാശത്തിന് ഷേപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. ആകാശത്തിന് നീല നിറമാണ്. അപ്പോൾ ആകാശത്തിന് അങ്ങനെ നീല നിറവും ഇല്ല, ആകാശത്തിന് ഷേപ്പുമില്ല. അപ്പോൾ ഷേപ്പും ആകാരവുമില്ലാത്ത ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നീല നിറവും ഷേപ്പും ആരോപിക്കുന്നത് പോലെ അവിഷയമായിരിക്കുന്ന ആത്മാവിലും അധ്യാസം സംഭവിക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുകയാണ്. ബാലന്മാർ സ്ഥല മലിന, ഇത് ആകാശം മലിനമായിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലെ ആകാശം വളരെ മലിനമാണ്. കാരണം ഒരുപാട് എയർ പൊല്യൂഷൻ സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഫയർ ക്രാക്കേഴ്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരും. അത്രയും എയർ പൊല്യൂഷൻ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഡൽഹിയിലെ ആകാശം എങ്ങനെ ഇരിക്കുന്നു? മലിനമാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആകാശം മലിനമായിട്ടുണ്ടോ? അപ്പോൾ ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? മലിനതയെ അധ്യാസം ചെയ്തിട്ട് ആരോപിക്കുന്നു. അപ്പോൾ അതുപോലെ ആത്മാവിലും അധ്യാസം സംഭവിക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുകയാണ്. ഏവം അവിരുദ്ധ പ്രത്യേകാത്മന്യപി അനാത്മാധ്യാസ. അതുപോലെ പ്രത്യേകാത്മാവായിരിക്കുന്ന നമ്മുടെ അറിവിലും നമ്മുടെ ആത്മസ്വരൂപത്തിലും ഈ ശരീരാദി മനോബുദ്ധികളെ അധ്യസിച്ച് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ മനസ്സ്, ഇതെൻ്റെ ബുദ്ധി എന്ന് ആരോപിച്ച് അനുഭവിക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ സംഭവിക്കാം എന്ന് ശങ്കരാചാര്യ പറയുകയാണ്. തമേതമേവം ലക്ഷണം അധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തേ. അപ്പോൾ ഈ അവിദ്യയെ തന്നെയാണ്, ഈ അധ്യാസത്തെ തന്നെയാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവിദ്യേതി മന്യന്തേ. അവിദ്യ എന്ന് പറയുന്നത് ഈ അധ്യാസത്തെ തന്നെയാണ്. ഒന്നിനെ മറ്റൊന്നായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അതായത് ആത്മാവിനെ തിരിച്ചറിയാതെ ആത്മാവിൽ അനാത്മാവിനെ ആരോപിച്ചിട്ട് അനാത്മാവ് ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ അവസ്ഥ. അപ്പോൾ ഇത് ഒരാൾക്കല്ല, ഈ ആളുകൾക്കെല്ലാം ഒരുപോലെ, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഇത് നോർമലാണെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് മാത്രം സംഭവിച്ച ഒരു പ്രശ്നമായിരുന്നെങ്കിൽ അയാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ കുഴപ്പമാണെന്നോ പറയാൻ. ഇത് എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവികൾക്കും, എല്ലാ ജന്തുക്കൾക്കും ഒരുപോലെ എന്ത് പറ്റിയിരിക്കുന്നു? ഒരുപോലെ ഈ എറർ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ
പറ്റിയിരിക്കുന്ന ഈ എററിനെ, ഈ അധ്യാസത്തെ പണ്ഡിത അവിദ്യേതി മന്യന്തെ, പണ്ഡിതന്മാർ ഇതിനെ അവിദ്യ എന്ന് പറയുന്നു. ഇതാണ് അവിദ്യ. ഇങ്ങനെ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ച് അനുഭവിച്ച് അതിൽ വ്യവഹരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരവസ്ഥ. ഈ അവസ്ഥയെ പണ്ഡിതന്മാർ അവിദ്യേതി മന്യന്തെ തദ് വിവേകേന ച വസ്തുസ്വരൂപാവധാരണം വിദ്യാമാഹു. ഇനി ആർക്കാണ് വിവേകമുണ്ടാകുന്നത്? വളരെ കുറച്ച് പേർക്ക് വിവേകം ഉണ്ടാവും. വിവേകം എന്ന് പറയുന്നത് അത്രയ്ക്ക് വളരെ എന്താണ്, എടുക്കാൻ പ്രയാസമുള്ള സാധനമാണ്. കാരണം ആളുകളെല്ലാം എന്തിൻ്റെ പിറകെയാണ്? അവിവേകത്തിൻ്റെ പിറകെ സഞ്ചരിക്കുകയാണ്. അവിവേകികളായിട്ട് തിരിച്ചറിയാൻ കഴിവില്ലാതെ, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ അവിവേകത്തെ ആശ്രയിച്ച് ഈ ബുദ്ധിയില്ലാത്ത ഒരു അവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെ തദ് അവിവേകേന വസ്തുസ്വരൂപാവധാരണം. ആരെങ്കിലും വളരെ റെയറായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് ഇതിൻ്റെ സത്യം തിരിച്ചറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി അതിനെ അന്വേഷിച്ച് എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെ സംഭവിക്കുന്നത് ശരിയല്ലല്ലോ, എങ്ങനെയാണ് ആത്മാവിന് മരണം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇവിടെ ഇത് ദുഃഖം സ്വരൂപമായിരിക്കുന്നത്, എങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എന്ത് ചെയ്യുന്നു, ഇതിനെ അന്വേഷിക്കാനുള്ള ബുദ്ധി ഉണരുകയും അവരുടെ വിവേകം കൊണ്ട് വസ്തുവിൻ്റെ സ്വരൂപം എന്താണ്, അടിസ്ഥാന വസ്തു ആത്മാവിൻ്റെ വസ്തുവിൻ്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടായി. സാധാരണ മനുഷ്യരാരും ആത്മാവിനെ അന്വേഷിക്കുന്നില്ല. ഈ ലോകത്ത് കാണുന്ന മറ്റുള്ള മനുഷ്യർ, എൻ്റെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ജീവിച്ചതുപോലെ ഞാനും ജീവിക്കും, അപ്പോൾ അതിനേക്കാൾ വ്യത്യാസമായിട്ട് എനിക്കൊരു അറിവിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. അപ്പോൾ അതിന് വിപരീതമായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഈ വസ്തുവിൻ്റെ, ആത്മവസ്തുവിൻ്റെ സ്വരൂപം എന്താണ്, അത് എങ്ങനെ ഇരിക്കുന്നു, അതിനെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് വസ്തു സ്വരൂപ അവധാരണം, അതിൻ്റെ ധാരണ ഉണ്ടാവണം. ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയണം, അതിൻ്റെ വലിപ്പം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെ വിദ്യാമാഹു. അപ്പോൾ അതിനെ വിദ്യ എന്ന് പറയും. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയെ അവിദ്യ എന്നും, ഈ വസ്തുവിൻ്റെ സ്വരൂപത്തെ അറിയണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് മുന്നേറുന്നതിനെ വിദ്യ എന്നും പറയുന്നു. ആഹു വിദ്യാമാഹു. തത്രൈവം സതി എത്ര യദധ്യാസത്തത്കൃതേന ദോഷേണ ഗുണേന വാ അണുമാത്രേണാപി സന സംബന്ധ്യതേ. തത്രൈവം സതി എത്ര. എന്താണ് പ്രശ്നം? അധ്യാസം സംഭവിച്ചു എന്ന് വെച്ച് തത്കൃതേന ദോഷേന ഗുണേന, ഈ അധ്യാസം സംഭവിച്ച് ഈ ലോകത്തുണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ടോ ഗുണങ്ങൾ കൊണ്ടോ അണുമാത്രേണാപി, ഈ അടിസ്ഥാന വസ്തുവിന് അണുമാത്രം പോലും എന്തുണ്ടാകുന്നില്ല, ന സംബന്ധ്യതേ, അതുമായിട്ടൊരു ബന്ധവുമില്ല, അതിനോട്ടൊരു ദോഷവും ഇല്ല, ഒരു ഗുണവും ഇല്ല. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ദോഷമുണ്ടായാലും ആത്മാവിന് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു ജലം, നദിയിലെ ജലം മലിനപ്പെട്ടു എന്ന് പറയാണ്, അതുകൊണ്ട് ആത്മാവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ആത്മാവിനൊരു ദോഷമില്ല. നീ ആകാശം മലിനപ്പെട്ടു എന്ന് പറയാണ്, അതുകൊണ്ട് ആത്മാവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. ഇനി ഒരു യുദ്ധം നടന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു, അതുകൊണ്ട് ആത്മാവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമില്ല. ഇനി അണുബോംബ് പൊട്ടിച്ചു, അതിൻ്റെ റേഡിയേഷൻസ് ഒരുപാട് സ്ഥലത്തേക്ക് പടരുന്നു, ആത്മാവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. ഇനി അഗ്നിപർവ്വതം പൊട്ടി, അല്ലെങ്കിൽ സുനാമി വന്നു, ഈ അടിസ്ഥാന വസ്തുവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? തത്കൃതേന ദോഷേണ ഗുണേന. ഈ കാരണം ഇത് ആരോപിതമാണ്. ഇപ്പോൾ ആരോപിക്കപ്പെട്ട പാമ്പ് ചേരയാണോ മൂർഖനാണോ അണലിയാണോ എന്ന് അന്വേഷിച്ചിട്ട് വല്ല വ്യത്യാസമുണ്ടോ? അടിസ്ഥാനമായിരിക്കുന്ന കയറിന് വല്ല വ്യത്യാസമുണ്ടോ?
ആരോപിക്കപ്പെട്ട പാമ്പ് രാജവെമ്പാലയാണ്. അങ്ങനെയാണെങ്കിൽ കയറിലേക്ക് കൂടുതൽ വിഷം കയറുമോ? ഇനി ആരോപിക്കപ്പെട്ടത് നീർക്കോലിയാണ്, അതുകൊണ്ട് അതിന് കുഴപ്പമില്ല, കയറിന് കുഴപ്പമില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം ദുഃഖം നിങ്ങളിൽ ആരോപിച്ചാലും, എന്തുമാത്രം കുഴപ്പം എനിക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾ ആരോപിച്ചാലും, നിങ്ങളുടെ ആത്മാവിന് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? ദോഷേണ ഗുണേനവ അണുമാത്രമവി, അതായത് അയോട്ട പ്രശ്നം പോലും നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ഈ വ്യവഹാരത്തിലുണ്ടാകുന്ന ദോഷങ്ങളോ ഗുണങ്ങളോ കൊണ്ട് ഈ ആത്മാവിന് ഒരു ലവലേശം പോലും ദോഷമോ ഗുണമോ ഉണ്ടാകുന്നില്ല. നിങ്ങൾ വളരെയധികം നല്ല കൃത്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളും വളരെ ആളുകൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഈ ആത്മാവിന് എന്തെങ്കിലും അണുമാത്രമൊരു വ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദോഷം സംഭവിച്ചു, ഒരുപാട് നഷ്ടം സംഭവിച്ചു, ഒരുപാട് പ്രയാസം സംഭവിച്ചു. നിങ്ങളുടെ ആത്മാവിന് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ ഗുണമോ ഉണ്ടോ? ഇല്ല. അടിസ്ഥാനമായിരിക്കുന്ന ആത്മാവിന് ഈ വ്യവഹാരത്തിൽ സംഭവിക്കുന്ന ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ യാതൊരു വിധമായ അണുമാത്രേണാഭിസന സംബന്ധ്യതേ. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് അസംഗോഹ്യം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ്. ഇവിടെ ഈ ലോകത്ത് എന്ത് നല്ലത് സംഭവിച്ചാലും എന്ത് ചീത്ത സംഭവിച്ചാലും ഈ അടിസ്ഥാന വസ്തുവായിരിക്കുന്ന ആത്മാവിന് യാതൊരു വിധമായ ദോഷവും ഗുണവും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളൊക്കെ ഈ ലോകത്തോട് എങ്ങനെയിരിക്കുന്നത്? ഇൻഡിഫറൻ്റ് ആയിരിക്കുന്നത്. ഈ ലോകം എങ്ങനെ നടന്നാലും, നന്നായിട്ട് നടന്നാലും മോശമായിട്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇത് ആത്മാവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഈ പ്രപഞ്ചം എങ്ങനെ നടന്നാലും, പ്രപഞ്ചം വളരെ നന്നായി നടന്നാലും, പ്രപഞ്ചം കുറച്ച് മോശമായിട്ട് നടന്നാലും അതൊന്നും എന്തിനെ ബാധിക്കുന്നില്ല? ആത്മാവിനെ അണുമാത്രമപി, വരെ ഒരു ശതമാനം പോലും ആത്മാവിനെ ബാധിക്കുന്ന കാര്യമല്ല. തമേതം അവിദ്യാഖ്യാതം ആത്മാനാത്മനോ ഇതരേതരാധ്യാസം പുരസ്കൃത്യ സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ. അപ്പോൾ ഈ അധ്യാസത്തെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പുരസ്കൃത്യ സർവേ പ്രമാണ പ്രമേയ, എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും സംഭവിക്കുന്നത്. ഈ അധ്യാസമില്ലെങ്കിൽ ഒരാൾ നടക്കത്തില്ല, ഒരാൾ കർമ്മം ചെയ്യത്തില്ല, ഒരാൾ ചിന്തിക്കത്തില്ല, ഒരാൾ ആഹാരം കഴിക്കത്തില്ല. അപ്പോൾ ഈ എല്ലാ അധ്യാസങ്ങളും, എല്ലാ സംഭവങ്ങളും, എല്ലാ ക്രിയകളും, എല്ലാ കർമ്മങ്ങളും സംഭവിക്കുന്നത് ഈ അധ്യാസത്തെ മുൻനിർത്തി മാത്രമാണ്. ഈ അധ്യാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകവ്യവഹാരങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രമാണ പ്രമേയ വ്യവഹാരം, പ്രമാണവും പ്രമേയവും ഒക്കെ അറിയാലല്ലേ? പ്രമാദ പ്രമാണേന പ്രമേയസ്യ പ്രമാം പ്രാപ്നോതി, അറിയാമോ? പ്രമാണം, പ്രമാണത്തിലൂടെ പ്രമാതാവ് പ്രമേയത്തിൻ്റെ പ്രമേയെ അറിയുന്നു. കേട്ടില്ല? പ്രമാദ പ്രമാണേന, വേദാന്തം മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചേക്കണം. പ്രമാദ പ്രമാണേന പ്രമേയസ്യ പ്രമാം പ്രാപ്നോതി. പ്രമാതാവ് പ്രമാണത്തിലൂടെ പ്രമേയത്തിൻ്റെ പ്രമേയെ സമ്പാദിക്കുന്നു. പ്രമാദ പ്രമാണേന പ്രമേയസ്യ പ്രമാം പ്രാപ്നോതി. പ്രമാതാവ്, പ്രമാതാവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രമാതാവ് എന്ന് വെച്ചാൽ ആത്മാവല്ല. നമ്മൾ പറയില്ലേ, ഞാൻ ചെയ്യുന്നു, ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ സിനിമ കാണുന്നു. അപ്പോൾ അതിലെ ഞാനാണ് പ്രമാതാവ്. അത് ശരിക്കുള്ള ആത്മാവല്ല. ആത്മാവിൽ നമ്മുടെ അന്ധകരണത്തിലെ അഹങ്കാരത്തെ
യോജിപ്പിച്ചിട്ട് ആത്മാവിനെയും അന്ധകരണത്തിലെ അഹങ്കാരത്തെയും കൂടെ ചേർത്തിട്ട് ഞാനെന്ന ഒരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഏതുപോലെ സൂര്യൻ പ്രകാശിക്കുന്നു, സൂര്യൻ്റെ പ്രതിബിംബം. അപ്പോൾ എത്ര ജലാശയങ്ങളുണ്ടോ അത്ര ജലാശയങ്ങളിൽ സൂര്യൻ്റെ പ്രതിബിംബം കാണപ്പെടുന്നത് പോലെ എത്ര ജീവജാലങ്ങളുണ്ടോ അത്ര പ്രമാതാക്കൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ആ പ്രമാതാവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ആത്മാവും ഈ അന്ധകരണത്തിലെ അഹങ്കാരവും കൂടി ചേർന്നിട്ട് ഞാനെന്ന ഇൻഡിവിജ്വലിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിനാണ് പ്രമാതാവെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തർക്കും പേരിട്ട് കൊടുക്കുന്നില്ലേ? ബിജു AP, ബിജു CR, ബിജു എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരില്ലേ? അപ്പോൾ ഓരോ പ്രമാതാവിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പേരിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ഈ ആത്മാവും ഈ അന്ധകരണത്തിലെ അഹങ്കാരവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു എൻറ്റിറ്റിയാണ് പ്രമാതാവെന്ന് പറയുന്നത്. ആ പ്രമാതാവ് പ്രമാണേന, പ്രമാണം എന്ന് വെച്ചാൽ എന്താണ്? അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ്. ഈ പ്രമാതാവ് അറിയാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ബുദ്ധി. പ്രമാണ നമ്മുടെ ഈ പ്രമാതാവിനെ അറിയണമെങ്കിൽ ദ്വാരങ്ങളിൽ കൂടി വെളിയിൽ പോകണം. കണ്ണിൽ കൂടെ വെളിയിൽ പോയാൽ കാണും, ചെവിയിൽ കൂടെ വെളിയിൽ പോയാൽ കേൾക്കും, മൂക്കിൽ കൂടെ വെളിയിൽ പോയാൽ സ്മെല്ലറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രമാതാവ് ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്നത് എന്തിൽ കൂടെയാണ്? ചെവിയിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങളാകുന്ന പ്രമാതാവ് ഈ ചെവിയാകുന്ന പ്രമാണം ഉപയോഗിച്ച് പ്രമേയത്തെ, പ്രമേയം ഈ പറയുന്ന ശബ്ദത്തെ, ഈ ശബ്ദവാക്കുകളെ നിങ്ങൾ പിടിച്ചെടുത്തിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അറിവ്, ഇപ്പോൾ എല്ലാവരുടെയും ഭ്രമ ഒരുപോലെ ഇരിക്കത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ പലരും പല രീതിയിലായിരിക്കും ഗ്രഹിച്ചു വയ്ക്കുന്നു. അപ്പോൾ അവരവർ ഓരോ പ്രമാതാവ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അറിവ്, ഇപ്പോൾ അധ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും അധ്യാസത്തെക്കുറിച്ച് അവരവരുടെ ഇൻ്റലിജൻസിൽ ഒരറിവുണ്ടാക്കിയിരിക്കുകയാണ്. ആ അറിവിനെയാണ് അപ്പോൾ എങ്ങനെയാണ് പ്രമാണേന ഈ പ്രമേയസ്യ, ഈ പ്രമേയം എന്ത് ചെയ്തിരിക്കുന്നു? ഉണ്ടാക്കിയിരിക്കുന്നു. പ്രമേയ പ്രാപ്നോതി. അപ്പം അങ്ങനെയാണ് ഈ ഇന്ദ്രിയ വ്യവഹാരം ഈ ലോകത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രമേയം വെച്ചാൽ അറിയപ്പെടുന്ന വസ്തു. അപ്പോൾ അറിയപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് ഒരറിവുണ്ടാകുന്നു. ഇപ്പം നമ്മളൊരു ആളിനെ കണ്ടു, അറിയപ്പെടുന്ന വസ്തു, അറിയപ്പെടുന്ന. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിലൊരു ആളെ കണ്ടു, അപ്പോൾ ഇയാൾ ഇന്ന ആളാണ് എന്ന് നമ്മുടെ ഒരു പ്രമേയം ഉണ്ടാവുകയാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള ആളിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിയിൽ അയാളെക്കുറിച്ചൊരു അറിവുണ്ടാവുകയാണ്. അതാണ് പ്രമ. അപ്പോൾ അറിയപ്പെടുന്ന ആളെന്ന് പറയുന്നത് പ്രമേയം. അത് നമ്മുടെ പ്രമാണത്തിൽ കൂടെ നമ്മൾ സംഭവിക്കുന്നു. പ്രമാതാവ് പ്രമാണത്തിൽ കൂടി പ്രമേയത്തിൻ്റെ പ്രമേയം ഉണ്ടാക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ലോകവ്യവഹാരം സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രമാണ പ്രമേയ വ്യവഹാര, അപ്പം ഇങ്ങനെയാണ് ലൗകിക വ്യവഹാരങ്ങൾ സംഭവിക്കുന്നത്. ലൗകിക വൈദികാശ്ച. ഇനി ഇത് ലൗകിക വിഷയങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ വലിയ പറയുന്ന ഈശ്വരാരാധന, പൂജ, ധ്യാനം, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു രീതിയിലേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം വ്യവഹാരം സംഭവിക്കാനുള്ള വഴി ഇങ്ങനെയാണ്. പ്രമാതാവ് പ്രമാണത്തിൽ കൂടെ പ്രമേയത്തിൻ്റെ പ്രമേയപ്രാപ്നോതി സംഭവിക്കുന്നു. അപ്പോൾ അത് വൈദികമായാലും വേദാന്തപരമായി നിങ്ങൾ പഠിക്കുന്നു, കേൾക്കുന്നു, ഇതെല്ലാം ഈ ഒരു സിസ്റ്റത്തിലാണ് സംഭവിക്കുന്നത്. ലൗകിക വൈദികാശ്ച പ്രവർത്ത സർവാണിച്ച ശാസ്ത്രാണി. ഇനി സർവശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മോക്ഷശാസ്ത്രമായാലും
നിങ്ങളുടെ എല്ലാ കോളേജിൽ പഠിക്കുന്ന സയൻസ് സബ്ജക്ട്സ് ആയാലും എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആയാലും എല്ലാം നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബുദ്ധിയും നമ്മുടെ വ്യവഹാരവും പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ശാസ്ത്രാണി വിധി പ്രതിഷേധ. അപ്പോൾ 3 തരത്തിലുള്ള ശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിധി, പ്രതിഷേധ, മോക്ഷപരാണി. വിധി, നിഷേധ, വിധി, പ്രതിഷേധ, മോക്ഷപരാണി. 3 തരത്തിലുള്ള ശാസ്ത്രങ്ങളെ പറഞ്ഞു. എന്തൊക്കെയാണ് ഈ വിധി? എന്താണ് നിഷേധം? എന്താണ് മോക്ഷപരാണി? വിധി എന്ന് വെച്ചാൽ എന്താണ്? വിധി എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യൂ. കാലത്തെ എണിച്ച് കുളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കണം, കാലത്തെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യണം, അച്ഛനമ്മമാരെ അനുസരിക്കണം, ഗുരുക്കന്മാരെ അനുസരിക്കണം. അപ്പോൾ വിധി. ഇനി നിഷേധം എന്താണ്? അരുത്, ചെയ്യരുത്. ഇപ്പോൾ കൊല്ലരുത്, ജീവികളെ കൊല്ലരുത്. ഹിംസാന കുര്യാത്, ഹിംസയെ ചെയ്യരുത്, ജീവികളെ ഉപദ്രവിക്കരുത്. അപ്പം അത് നിഷേധം. ഇപ്പോൾ വിധിയും ഇപ്പോൾ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ സാധാരണ റിലീജിയൻസൊക്കെ അത്രയാണ് ചെയ്തിരിക്കുന്നത്. വിധിയും നിഷേധവും. നീ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇനി അടുത്തൊരു സാധനം എന്താണ്? മോക്ഷപരാണി. അതിന് ഈ വിധി നിഷേധവുമായിട്ടുള്ള മോക്ഷപരാണിക്കുള്ള വ്യത്യാസം എന്താണ്? നിഷേധ മോക്ഷശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വിധിശാസ്ത്രമോ ഒരു നിഷേധശാസ്ത്രമോ അല്ല. വിധിശാസ്ത്രം വെച്ചാൽ നിങ്ങളിത് ചെയ്യൂ, നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, അത് വിധിശാസ്ത്രം. നിങ്ങളിങ്ങനെ ചെയ്യരുത്, അത് നിഷേധശാസ്ത്രം. മോക്ഷശാസ്ത്രം അങ്ങനെയാണോ? വിധി നിഷേധങ്ങളാണോ മോക്ഷശാസ്ത്രം? വിധി നിഷേധ ശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഏതാണ്? വിധി. മോക്ഷപരാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് എങ്ങനെയാണ് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ജ്ഞാനം നിങ്ങളെ ഇത് ആത്മാവ് ഇങ്ങനെയാണ്, ആത്മാവ് അസംഗമാണ്, ആത്മാവ് ജനിച്ചിട്ടില്ല, ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് ഏകമാണ്, ആത്മാവിന് നാശമില്ല, ഇങ്ങനെ ആത്മാവിൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കും. നിങ്ങളെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല, നിങ്ങളെ ഒന്നും നിഷേധിക്കുന്നില്ല, നിങ്ങളെ ഒന്നും വിധിക്കുന്നില്ല. ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയിക്കുക മാത്രമാണ് വേദാന്ത ഉപനിഷത്തുകൾ ചെയ്യുന്നത്. ഉപനിഷത്തുക്കൾ നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യാതിരിക്കുവാനോ പ്രേരിപ്പിക്കുകയോ പ്രേരിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഗ്രന്ഥമല്ല. വേദാന്ത ഗ്രന്ഥങ്ങൾ വസ്തുവിൻ്റെ സ്വരൂപത്തെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്? വസ്തുതന്ത്രമാണ്. വസ്തുതന്ത്രമൊന്നും പുരുഷതന്ത്രമൊന്നും കേട്ടിട്ടില്ലേ? ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ പറഞ്ഞു തരുന്നത് വസ്തുതന്ത്രം. ഇനി നമ്മൾ ഒരു കാര്യം കർമ്മം ചെയ്തൊരു കാര്യത്തെ നേടിയെടുക്കുക, അത് പുരുഷതന്ത്രം. അപ്പം നിങ്ങൾ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത ഒരാൾ, കുട്ടികളെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഇന്ന പൂജകളും ഇന്ന യാഗങ്ങളും അല്ലെങ്കിൽ ഇന്ന ഉപാസനകളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അതെന്താണ്? പുരുഷതന്ത്രമാണ്. ഇപ്പോൾ പുരുഷതന്ത്രം, ഒരു കർമ്മം ചെയ്തൊരു കാര്യം നേടിയെടുക്കുന്നതിനെ പുരുഷതന്ത്രം എന്ന് പറയും. വസ്തുതന്ത്രം അങ്ങനെയല്ല, ആത്മാവിനെ നേടിയെടുക്കുകയല്ല. എന്തുകൊണ്ടാണ്? ആത്മാവ് സ്വരൂപമാണ്, ആത്മാവിനെ ആരും നേടിയെടുക്കുകയല്ല, ആത്മാവ് അവരുടെ സ്വരൂപമാണ്. അപ്പോൾ ആത്മാവിനെ അറിയിക്കുക മാത്രമാണ് മോക്ഷശാസ്ത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ഗ്രന്ഥങ്ങളും ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ അധ്യാസത്തെ മുൻനിർത്തിയാണ്. അധ്യാസമില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അധ്യാസത്തെ മുൻനിർത്തിയാണ്.
കഥം പുനരവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണി ശാസ്ത്രാണി ചേത് ഉച്യത്തെ ദേഹേന്ദ്രിയാദീഷു അഹം മമാഭിമാനരഹിതസ്യ പ്രമാതൃത്വാനുപപത്തോ പ്രമാണപ്രവൃത്തിരനുപപത്തേഹ. ഇപ്പോൾ ചോദിക്കുന്നു, അങ്ങനെ ഇല്ലാതെ പറ്റൂലേ? ഈ അധ്യാസം സംഭവിക്കാതെ നമുക്ക് കർമ്മം ചെയ്തുകൂടെ? നമുക്ക് ഈ ലോകത്ത് വ്യവഹരിച്ചുകൂടെ? അപ്പോൾ പറയുന്നു, ഈ എല്ലാ അവിദ്യാ വിഷയത്തിൽ, ഈ അവിദ്യാ വിഷയം, ഈ അധ്യാസത്തെ പുരസ്കരിച്ചാണ് എല്ലാ പ്രത്യക്ഷാദീനി പ്രമാണാനി നഹി ഇന്ദ്രിയാണ്യനുപാദായ പ്രത്യക്ഷാദി വ്യവഹാരം സംഭവതി പ്രമാതൃത്വ അനുപപത്വ പ്രമാണപ്രവൃത്തി. പ്രമാതൃത്വത്തെ അംഗീകരിച്ചാൽ മാത്രമേ പ്രമാണത്തിൽ പ്രവൃത്തി ഉണ്ടാവൂ. അപ്പം നിങ്ങളൊരു പ്രമാതാവായാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഒന്ന് മറ്റൊന്നിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം നിങ്ങളാണെങ്കിൽ സർവവും നിങ്ങളായിരിക്കുകയാണ്. ഏകമായിരിക്കുന്ന ആത്മാവായിട്ട് സർവമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തിനെ കാണും? നിങ്ങളിൽ നിന്ന് അന്യമായൊരു വസ്തുവില്ല. എല്ലാം ഒരേ വസ്തുവാണെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ കാണുന്ന ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആത്മാവിൻ്റെ നിർഗുണാവസ്ഥയിൽ ഒന്ന് മറ്റൊന്നിനെ കാണുന്ന ഒരു അനുഭവം ഇല്ല. കാരണം എല്ലാം ഒരേ ആത്മാവാണെങ്കിൽ കാണപ്പെടാനായിട്ട് ഏത് വസ്തു ഇരിക്കുന്നു? അപ്പോൾ പ്രമാതൃ സ്റ്റാറ്റസ് അംഗീകരിച്ചാൽ മാത്രമേ, നിങ്ങളൊരു പ്രമാതാവായി മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രമാണ പ്രവൃത്തി ഉണ്ടാവും. പ്രമാണത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നിങ്ങൾ വ്യാപരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രമാതാവാകണം. പ്രമാതാവാകിയാലേ അവിടെ കൂടെ ഈ ദ്വാരങ്ങളിൽ കൂടി വെളിയിലോട്ട് പോയി പ്രമാണ പ്രവൃത്തി നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരാളൊരു മുഖ്യമന്ത്രിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ എടുത്ത് ചാർജ് എടുത്ത് കസേര ഇരിക്കണ്ടേ? ആ സംഭവം ചെയ്താൽ മാത്രമല്ലേ അയാൾക്ക് മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലാതെ ഈ ചാർജ് ഏറ്റെടുക്കാതെ അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ഒഫീഷ്യലായിട്ട് തന്നെ ഒരു കസേരയിൽ കയറിയിരുന്ന് ആ കസേരയുടെ ചാർജ് എടുത്താൽ മാത്രമേ ആ കസേരയുടെ എല്ലാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാർട്ടിയിൽ തന്നെ മത്സരിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അധികാര സ്ഥാനങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ കസേരയിലിരിക്കാൻ പറ്റൂ. ആ കസേരയിലിരിക്കുന്നവർക്ക് മാത്രമേ ആ കസേരയിലെ ഫയലുകളെ ഒപ്പിടാൻ പറ്റൂ. അപ്പോൾ അതുപോലെ ഈ ആത്മാവിന് പ്രമാതാവായി മാറിയാൽ മാത്രമേ, പ്രമാതൃത്വത്തെ അംഗീകരിച്ചാൽ മാത്രമേ പ്രമാണ പ്രവൃത്തി ഉണ്ടാവുകയുള്ളൂ. പ്രമാദത്വ അനുഭവത്വ പ്രമാണ പ്രവൃത്തി അനുഭവത്തെ. അപ്പോൾ ഈ പ്രമാതൃത്വത്തെ അംഗീകരിക്കാതെ പ്രമാണ പ്രവൃത്തി, പ്രമാണത്തിൽ പ്രവൃത്തി അനുഭവത്തെ, പ്രമാണത്തിൽ പ്രവൃത്തി ഉണ്ടാകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രമാതൃത്വ സ്റ്റാറ്റസ് അംഗീകരിക്കാതെ പ്രമാണത്തിൽ വ്യവഹാരം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഒരാൾക്ക് വ്യവഹരിക്കണമെങ്കിൽ പ്രമാതൃ എന്ന സ്റ്റാറ്റസ് അംഗീകരിച്ചാൽ മാത്രമേ ലോകവ്യവഹാരങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നഹി ഇന്ദ്രിയാണ്യ അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മുൻനിർത്തി മാത്രമേ പ്രത്യക്ഷാദി വ്യവഹാരങ്ങൾ സംഭവിക്കുന്നുള്ളൂ. കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പ്രമാദത്വത്തെ അംഗീകരിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ കാണണം. എന്നുവെച്ചാൽ അധിഷ്ഠാനാന്തരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി. ഇനി ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് അധിഷ്ഠാനമായിട്ടൊരു സാധനം വേണം. എന്താണ് ഇന്ദ്രിയങ്ങൾക്ക്?
അധിഷ്ഠാനമായ സാധനം നമുക്ക് ഈ ശരീരം എന്ന് പറയാം. ഈ ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മമാണെങ്കിലും ഇന്ദ്രിയ ഗോളകങ്ങൾ വേണമല്ലോ. കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയ ഗോളകങ്ങൾ വേണം. അപ്പം ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലും പ്രാണനിലൊക്കെ ഇരിക്കുമെങ്കിലും ഇവയ്ക്ക് വ്യവഹരിക്കണമെങ്കിൽ ഇന്ദ്രിയ ഗോളകങ്ങൾ വേണം. ഇന്ദ്രിയ ഗോളകങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. അപ്പോൾ നമുക്കിപ്പോൾ കാറിൻ്റെ ഒരു എൻജിൻ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഒരു കമ്പനി കാറിൻ്റെ എൻജിൻ ഉണ്ടാക്കി. ആ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാറിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കണം. കാറിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കി എത്ര മെർസിഡീസ് ബെൻസിൻ്റെ എൻജിൻ ആയിക്കോട്ടെ, എത്ര കൂടിയ എൻജിനാണെങ്കിലും അത് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്ത് ടയറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അതിനെ പ്രവർത്തനക്ഷമമാക്കിയാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആ എൻജിൻ്റെ പ്രവർത്തനം ഈ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തില്ല. അപ്പം അതുപോലെ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിട്ട് ഒരു ശരീരം ആവശ്യമാണ്. അങ്ങനെ ഒരു ശരീരം ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നച അധിഷ്ഠാനം അന്തരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി. ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമില്ലാതെ ഇന്ദ്രിയ വ്യവഹാരങ്ങൾ സംഭവിക്കുകയില്ല. നചന അധ്യാസ്താത്മഭാവേന ദേഹേന കശ്ചിത് വ്യപ്രിയതേ നചൈതസ്മിൻ സർവസ്മിൻ അസത്യസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതേ. അതുകൊണ്ട് ഈ ആത്മാവിന് പ്രമാതാവാണെന്നൊരു സ്റ്റാറ്റസ് അംഗീകരിച്ചാൽ മാത്രമേ ഈ ലോകവ്യവഹാരങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു? ഈ ഒരു അഭ്യാസം മുൻനിർത്തിയാണ് ലോകവ്യവഹാരം നടക്കുന്നത്. ഈ ലോകവ്യവഹാരം ഇതുപോലെ നടക്കണമെങ്കിൽ ഇവ എല്ലാവർക്കും ജ്ഞാനം കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ ലോകവ്യവഹാരം സംഭവിക്കുകയില്ല. അപ്പോൾ ലോകവ്യവഹാരം സംഭവിക്കണമെങ്കിൽ ആൾക്കാർക്ക് അവിദ്യ ഉണ്ടാവണം. ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കണം. അപ്പോൾ ഈ അവിദ്യ കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിൽ ആരോപിക്കണം. അങ്ങനെ ആരോപിച്ച് ഞാൻ ശരീരമാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ മനസ്സാണെന്ന് തെറ്റിദ്ധരിക്കണം. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ മാത്രമേ ഈ ലോകവ്യവഹാരം ഉണ്ടാവും. ആളുകളുടെ ഈ ലോകവ്യവഹാരം, ഇങ്ങനെ ലോകവ്യവഹാരം നടക്കണമെങ്കിൽ ഈ അഭ്യാസം കൂടിയേ തീരൂ. ഇപ്പോൾ കാർ ഓടണമെങ്കിൽ പെട്രോൾ വേണമെന്ന് പറഞ്ഞ പോലെ ഈ വണ്ടി, ഈ വ്യവഹാരം സംഭവിക്കണമെങ്കിൽ ആ വ്യവഹാരത്തിന് അധ്യാസം സംഭവിച്ചിരിക്കണം. നച പ്രമാദത്വമന്തരേണ പ്രമാണ പ്രവൃത്തി രസ്തി. അപ്പോൾ ഈ പ്രമാണം ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളിലൂടെ പ്രമേയത്തെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രമ നമുക്കുണ്ടാവും, ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. തസ്മാത് അവിദ്യാവത് വിഷയാണ്യേവ പ്രത്യക്ഷാദീനി പ്രമാണി ശാസ്ത്രാണി ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും പഠനവും വേദാന്ത പഠനവും എല്ലാം സംഭവിക്കുന്നത് ഈ അവിദ്യയെ മുൻനിർത്തിയാണ്. ഈ അഭ്യാസം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യക്ഷാദി ശാസ്ത്രാണി, ശാസ്ത്രകാര്യങ്ങളും പ്രത്യക്ഷാദി വ്യവഹാരങ്ങളും എല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഈ ശാസ്ത്രത്തെ മുൻനിർത്തി മാത്രമാണ്. പശ്വാദിഭിശ്ചാവിശേഷ. ശങ്കരാചാര്യർ പറയുന്നു, നിങ്ങളുടെ വ്യവഹാരം പശ്വാദിഭിശ്ചവിശേഷാത് എന്നുവെച്ചാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളിപ്പോൾ മൃഗങ്ങൾ വളരെ മോശക്കാരാണ്, നിങ്ങൾ വളരെ ശ്രേഷ്ഠരാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ വ്യവഹാരത്തെ സംബന്ധിച്ച്, ഈ അധ്യാസത്തെ സംബന്ധിച്ച് നിങ്ങളും പശുവും എരുമയുമായിട്ടൊന്നും എന്താണ് പശ്വാദിപിശ്ച അവിശേഷ ഒരു വ്യത്യാസവും ഇല്ല. അധ്യാസം സംഭവിച്ചിരിക്കുന്നത് എരുമയ്ക്കും നിങ്ങൾക്കും എങ്ങനെയാണ്? ഒരുപോലെയാണ്. അപ്പം എരുമയ്ക്കുണ്ടാകുന്ന അധ്യാസം കുറഞ്ഞ അധ്യാസവും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അധ്യാസം കൂടിയ അധ്യാസവുമല്ല. ഒരു എരുമയ്ക്കും പോത്തിനും ഉണ്ടായിരിക്കുന്ന അതേ അധ്യാസം തന്നെയാണ്
നിങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട്? എരുമയുടെ ശരീരം എൻ്റെ ശരീരമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും എന്ത് വിചാരിക്കുന്നു? നിങ്ങളുടെ ശരീരം എൻ്റെ ശരീരമാണെന്ന് വിചാരിക്കുന്നു. വിശക്കുമ്പോൾ എരുമയും ആഹാരം കഴിക്കുന്നു. വിശക്കുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യുന്നു? ആഹാരം കഴിക്കുന്നു. കുറേ കർമ്മം ചെയ്യുമ്പോൾ എരുമയ്ക്ക് റെസ്റ്റ് എടുക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ അവിദ്യയും അധ്യാസവും എരുമയ്ക്കും നിങ്ങൾക്കും ഒരുപോലെയാണ്. അതിന് ഒരു വിശേഷവും ഈ അധ്യാസത്തിന് ഒരു വ്യത്യാസവുമില്ല. യഥാഹി പശ്വാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീനാം സംബന്ധേ സതി ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തേ അനുകൂലേ ച പ്രവർത്തന്തേ. അപ്പോൾ അതിന് ഒരു ഉദാഹരണം ശങ്കരാചാര്യ പറയാണ്. പശുക്കൾ എന്ത് ചെയ്യുന്നു? അനുകൂലമായ സാഹചര്യങ്ങളിൽ അത് അങ്ങോട്ട് പോകും. മൃഗങ്ങൾ പ്രതികൂല സാഹചര്യം വന്നാൽ അത് നിവർത്തിക്കും. പശുക്കൾ നിങ്ങൾ അതുപോലെയാണ്. അനുകൂലമായ സാഹചര്യം വന്നാൽ അതിൻ്റെ അനുകൂലമായിട്ട് ചെല്ലും. പ്രതികൂലമായ സാഹചര്യം വന്നാൽ മനുഷ്യരും അവിടെ നിന്ന് നിവർത്തിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ റോഡിൽ കൂടെ പോകുന്നു, അവിടെ ആൾക്കാർ അടി കൂടുന്നു, വാളും മറ്റുമൊക്കെ വെച്ച്. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് നിവർത്തിക്കും. അവരുടെ ആയുധങ്ങളെല്ലാം നിങ്ങളുടെ പുറത്ത് കൊണ്ടുപോയെന്ന് പേടിച്ച് നിങ്ങൾ നിവർത്തിക്കും. യഥാ ദണ്ഡ്യോദ്യകരം പുരുഷാഭിമുഖം ഉപലഭ്യമാം ഹന്തുമയമിച്ഛതീതി പാലയിതും ആരഭ്യത. മൃഗങ്ങളും അതും അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അടിക്കാൻ കമ്പമായിട്ട് നിൽക്കുന്ന ഒരാളിനെ കണ്ട പശു എന്ത് ചെയ്യും? പശു ഒഴിഞ്ഞു പോകും. ഇനി അതേസമയം കുറച്ച് പുല്ലുമായിട്ട് നിങ്ങൾ നിന്നാൽ എന്ത് ചെയ്യും? പശു നിങ്ങൾ അടുത്തേക്ക് വരും. ഹരിത തൃണ പൂർണ്ണ പണിമുപലഭ്യ തം പ്രത്യഭിമുഖീ ഭവന്തി ഏവം പുരുഷാഭി വ്യുത്പന്ന ചിത്ത ക്രൂരദൃഷ്ടിനാക്രോശത. അപ്പോൾ പുരുഷനും അതുപോലെ മനുഷ്യരും അതുപോലെ തന്നെയാണ്. നിങ്ങളെ ആക്രമിക്കാനായിട്ട് ഒരാൾ കത്തി അല്ലെങ്കിൽ കടാരയായിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒരാൾ വന്നൊരു കത്തിയുമായിട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിൽ വരെ ഒരാൾ കത്തിയുമായിട്ട് ചെന്ന് കുത്തി. ഒരാൾ കത്തിയുമായിട്ട് കുത്താൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിലും എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. ഇത് എൻ്റെ ഫ്ലാറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമെന്നൊന്നും പറയത്തില്ല. നിങ്ങൾ കുത്താനായിട്ട് വന്ന ആളിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പാലയിതും ഓടി രക്ഷപ്പെടും. അതുപോലെ ഖണ്ഡോദ്യതകരാൻ ബലവത ഉപലഭ്യതോ നിവർത്തന്തേ തത് വിപരീതാൻ പ്രതിപ്രവർത്തന്തേ. അതിന് വിപരീതമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അനുകൂലനായിരിക്കുന്ന പുരുഷനെ കണ്ടാൽ എന്ത് ചെയ്യും? അടുത്തോട്ട് ചെല്ലും. നമുക്ക് പ്രയോജനമുള്ള ആളാണ്, പൊയ്ക്കളയാം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ പശുക്കളുടെയും മനുഷ്യരുടെയും വ്യവഹാരത്തിന് തമ്മിൽ വ്യത്യാസമില്ലെന്നും ഇത് രണ്ടും അധ്യാസത്തെ ആശ്രയിച്ചാണ് നടക്കുന്നതെന്നും ശങ്കരാചാര്യർ സമർത്ഥിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി.